ഞാൻ മാളു ഗുരുവായൂർ. പ്രണയിക്കാത്തതായിട്ട് ആരുമില്ല അല്ലേ? പ്രണയം അത് നല്ലൊരു വികാരമാണ്. നമ്മൾ ജീവിതത്തിൽ ശരിക്കും പ്രണയം എന്ന് പറഞ്ഞൊരു സംഭവം എല്ലാവർക്കും ഉണ്ടാവും. ആരും ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും. നമ്മുടെ ചെമ്മീൻ സിനിമയിൽ പരീക്കുട്ടിച്ചാട്ടിൻ്റെ പ്രണയവും നമ്മൾ കറുത്തമ്മ ചേച്ചിയുടെ പ്രണയം തൊട്ട് തീവണ്ടി എന്നുള്ള സിനിമയിൽ ബിനീഷേട്ടൻ്റെ ലിപ് ലോക്ക് വരെത്തി പ്രണയം. അയ്യോ സോറി രമേശേട്ടാ, എനിക്കറിയുന്ന ആകെയുള്ള ഈ ക്രഷ് എന്ന് പറയണത് എൻ്റെ അടുക്കളയിൽ ഈ മിക്സി ഓണാക്കുമ്പോൾ കിട്ടുന്ന ക്രഷാട്ടാ. ഇപ്പോൾ വേറൊരു സാധനം കൂടി മ്യൂസിയം വന്നിട്ടുണ്ട്, സ്പാർക്ക്. ഈ വെളിവില്ലാത്തവന്മാര് റോട്ടില് 100-ൽ കൂടുതൽ സ്പീഡിൽ വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് മനസ്സിൽ തോന്നുന്ന സാധനം സ്പാർക്ക്. എന്ത് കാര്യമുണ്ട്? പക്ഷെ പണ്ടത്തെ കാലത്ത് താത്ത നമ്മുടെയൊക്കെ കാലം ഒന്ന് ഏറ്റുപാടിക്കട്ടാ. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. എത്ര പൂരപ്പറമ്പില് എന്തോരം പ്രണയങ്ങൾ മുട്ടിട്ട് വെക്കണ്. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ ഈ മുട്ടിട്ട പ്രണയം പുഷ്പിക്കണമെങ്കിൽ അടുത്ത പൂരം വരണം. പക്ഷെ ഇതിൽ ചില പുഷ്പങ്ങള് വിടരും മുമ്പ് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. വേറെ ഒന്നല്ല, അടുത്ത കൊല്ലം വരുമ്പോഴേക്കും ഈ പുഷ്പങ്ങൾ വരുന്നത് വേറെ ആരെങ്കിലും പുഷ്പവിമാനത്തിലായിരിക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് അമ്പലപ്പറമ്പിലായാലും കല്യാണ വീട്ടിലാണെങ്കിലും എന്തിന് നടു റോട്ടിലാണെങ്കിലും സ്പാർക്ക് തോന്നിയ നേരെ ഇൻസ്റ്റേ കയറി സ്ക്രാച്ച് ചെയ്യും. പേര്, അഡ്രസ്സ് വിത്ത് ഫോൺ നമ്പർ നോക്കി പിന്നെ ചാറ്റായി, ചീറ്റായി, ക്രഷായി, ബ്രഷായി, എന്ത് ലാസ്റ്റ് ബ്ലാസ്റ്റായി പൊട്ടിത്തെറിക്കുന്ന. പണ്ടൊക്കെ ഒരാണിന് ഒരു പെണ്ണോട് ഇഷ്ടം തുറന്ന് പറയാൻ ഭയങ്കര പേടിയാ. അവർ തമ്മിൽ പരസ്പരം പറഞ്ഞ് സെറ്റായ അവർക്ക് വീട്ടിൽ പറയാൻ പേടി. ഈ വീട്ടിൽ പറഞ്ഞ് വീട്ടുകാർ ഓക്കെയാ, വീട്ടുകാർക്ക് നാട്ടുകാരോട് പറയാം അതിനും പേടി. പക്ഷെ ഇന്ന് ഈ ചെക്കനും പെണ്ണ് സെറ്റായി, നാട്ടുകാർ അറിഞ്ഞിട്ടേ വീട്ടുകാരറിയും. എൻ്റെ അച്ഛനമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടേ ഒരു കത്ത് കൈമാറണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന്. അതൊക്കെ കാണുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ മെസ്സേജ് അയക്കണ നമുക്ക് അതിശയം തോന്നും. ഒരു എക്സാമ്പിൾ പറയാണ്, എൻ്റെ കൂട്ടുകാരി അവളുടെ എന്താ പറയുക ലവറിന് മെസ്സേജ് അയച്ചേക്കാ, ഡാ എനിക്ക് തീരെ വയ്യടാ. അപ്പോൾ അവൻ എന്ത് പറ്റി? എടാ എനിക്ക് തലവേദന. എടുത്ത വഴിക്ക് അവൻ വാട്സപ്പിൽ ഒരു ഇമോജിൻ ഒരു ഗുളികയുടെ അത് കണ്ടുപറഞ്ഞ അവള് ഇപ്പൊ ഒരു ആശ്വാസം ഉണ്ടടാ. എന്തായാലും ഈ പ്രണയത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല, എല്ലാവരും നന്നായി പ്രണയിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ. അത് നിങ്ങളൊക്കെ ഇഷ്ടമുള്ള ഒരാളോട് തുറന്നു പറയണം. ഈ പ്രണയം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഒരാളോട് തുറന്നു പറയണം. ഇപ്പൊ എന്നോട് പറയണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു.